Hi friends, jojistechworld സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ഒരു ഏരിയ, നമുക്കൊരു വാൾ ഏരിയ തന്നെന്ന് വയ്ക്കുക. ആ വാൾ ഏരിയയിൽ സിമെൻറ്റ് നമുക്ക് പ്ലാസ്റ്റർ ചെയ്യണം. പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ എത്ര ബാഗ് ഓഫ് സിമെൻറ്റ് അല്ലെങ്കിൽ എത്ര കിലോ സിമെൻറ്റ് വേണം, പിന്നെ എത്ര കിലോ സാൻഡ് വേണം, മണൽ വേണം എന്ന് നമുക്ക് അറിയണം എങ്ങനെയാണ് എന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരമാണ് ഈ വീഡിയോ. നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു സാധാരണ ആൾക്കാരും ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ കണ്ടുപിടിക്കാവുന്ന ഒരു ലെവലിലേക്ക് എത്തും. ഒരു എഞ്ചിനീയർ തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. കാരണം നമുക്കൊരു വീട് പണിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്, കോൺട്രാക്ടർ നമ്മൾ തട്ടിക്കണമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ക്വാണ്ടിറ്റി നമ്മൾ സർവേ നടത്തുന്ന സമയത്ത് നമുക്കിതൊക്കെ ബേസിക് നോളജാണ്, ലേമാൻ പഠിക്കാവുന്ന കാര്യമുള്ളൂ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിപ്പോൾ ഒരു ഭിത്തിയുടെ ഏരിയ ഇപ്പോൾ ഒരു 6 മീറ്റർ ഉണ്ടെന്ന് വയ്ക്കുക. നീളം 6 മീറ്റർ, ഹൈറ്റ് 3 മീറ്റർ. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഏരിയ കിട്ടുള്ളൂ. നമുക്ക് വോളിയമാണ് വേണത്, അതായത് നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഓഫ് പ്ലാസ്റ്റർ വേണമെന്നാണ് അറിയേണ്ടത്. അപ്പോൾ അതിന് തിക്നെസ്സും വേണം. തിക്നെസ് പ്ലാസ്റ്ററിന് സാധാരണ നമ്മൾ 12 mm തൊട്ട് 15 mm ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് 12 mm എടുക്കാം. 12 mm എന്നുള്ളത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഡിവൈഡ് ബൈ 1000, സോ 0.012 മീറ്റർ ആയിട്ട് മാറി. ഓക്കെ, അതായത് ഇത് മീറ്റർ ആയാലും നമ്മൾ ഇത് മീറ്റർ ആക്കി. 6 മീറ്റർ ഇൻറ്റു 3 ഇൻറ്റു 0.012 എന്ന് പറഞ്ഞാൽ വോളിയമാണ്, അല്ലേ? വോളിയം ഓഫ് പ്ലാസ്റ്റർ വെച്ചാൽ L ഇൻറ്റു H ഇൻറ്റു T, 6 ഇൻറ്റു 3 ഇൻറ്റു 0.012 ഈസ് ഈക്വൽ ടു 0.216 ക്യൂബിക് മീറ്റർ. നമുക്കിപ്പോൾ വോളിയം ഓഫ് പ്ലാസ്റ്റർ കിട്ടി. ഇത് നമുക്ക് ഏത് കൊച്ചുകുട്ടിക്കും ചെയ്യാവുന്നേ ഉള്ളൂ. L ഇൻറ്റു B ഇൻറ്റു H. അപ്പോൾ ആ കിട്ടിയത് വെറ്റ് വോളിയമാണ്. അതായത് നമ്മൾ സിമെൻറ്റ് പ്ലാസ്റ്ററൊക്കെ ചെയ്യുമ്പോൾ അതിൽ വെള്ളം ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ വെള്ളം ചേർക്കേണ്ട ആ വോളിയം ഉൾപ്പെടെയാണ് ഇപ്പോൾ കിട്ടുന്നത്. 0.216 ക്യൂബിക് മീറ്റർ എന്നുള്ള വെറ്റ് വോളിയമാണ്. നമുക്ക് വേണ്ടത് വെള്ളമില്ലാത്തതാണ് വേണ്ടത്. അപ്പോൾ വെള്ളമില്ലാത്ത വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു കോൺസ്റ്റൻ്റ് ഉണ്ട്, 1.27 എന്നൊരു കോൺസ്റ്റൻ്റ് ഉണ്ട്. ആ കോൺസ്റ്റൻ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ വെറ്റ് വോളിയം ഡ്രൈ വോളിയം ആയിട്ട് മാറും. അതിലാണ് കറക്റ്റ് സിമെൻറ്റും സാൻഡും ഉള്ള വോളിയം കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഡ്രൈ വോളിയം കിട്ടാൻ വേണ്ടിയിട്ട് വെറ്റ് വോളിയം ഇൻറ്റു 1.27, 0.216 1.27, 0.274 ക്യൂബിക് മീറ്റർ ആണ് ശരിക്കുമുള്ള ഡ്രൈ വോളിയം ഓഫ് ദാറ്റ് പ്ലാസ്റ്റർ, വിച്ച് ഇൻക്ലൂഡ്സ് സിമെൻറ്റും ഉണ്ടാവും, സാൻഡും ഉണ്ടാവും. സോ ഇത് നമുക്ക് കിട്ടി, 0.274 ക്യൂബിക് മീറ്റർ കിട്ടി. ഇനി നമുക്ക് റേഷ്യോ ഇപ്പോൾ വാൾ പ്ലാസ്റ്ററിന് 1:4 ആണെന്ന് വയ്ക്കുക. 1:4 വെച്ചാൽ 1 സിമെൻ്റ് ആണ്, ബാക്കി 4 പാർട്ട് സാൻഡാണ്. ഒരു ഭാഗം സിമെൻ്റ് ആണെങ്കിൽ പിന്നെ ബാക്കി 4 സാൻഡ്. സോ 1:4 റേഷ്യോ ആണെങ്കിൽ ടോട്ടൽ എത്രയാണ്? 1 + 4 = 5 ആണ്, അറിയാലോ. സോ അപ്പോൾ അതിൽ നമുക്ക് വോളിയം ഓഫ് സിമെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ 1 സിമെൻ്റാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 1/5, ഈ 1 + 4 എന്നുള്ള 5 എടുത്തിട്ട് 1/5 ഇൻറ്റു ഈ വോളിയം, ഡ്രൈ വോളിയം കിട്ടിയല്ലോ. സോ 1/5 ഇൻറ്റു 0.274 എന്ന് പറഞ്ഞാൽ 0.054 ക്യൂബിക് മീറ്റർ ആണ് ടോട്ടൽ വോളിയം ഓഫ് സിമെൻറ്റ്. അത്രയും സിമെൻറ്റ് നമുക്ക് ഈ വാൾ മിക്സിനുള്ളിൽ നമുക്കിപ്പോൾ ഇങ്ങനെ കണക്ക് കൂട്ടിയപ്പോൾ കിട്ടി. 0.54 ക്യൂബിക് മീറ്റർ എന്നുള്ളതാണ് ശരിക്കുമുള്ള സിമെൻറ്റിൻ്റെ വോളിയം. ഇനി ഇപ്പോൾ വോളിയം കിട്ടിയിട്ടുള്ളൂ, അതിന് എത്ര വെയിറ്റ് വരും? നമ്മളിപ്പോൾ സിമെൻറ്റ് വാങ്ങിക്കുമ്പോൾ വോളിയം വെച്ചിട്ടല്ല, നമ്മൾ ഇത്ര കിലോ വെച്ചിട്ടുള്ള, അതായത് ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ 50 കിലോ ആണെന്ന് നമുക്കറിയാം. എല്ലാ ബാഗ് ഓഫ് സിമെൻറ്റ് എന്ന് പറഞ്ഞാൽ 50 കിലോ ആണ്, സ്റ്റാൻഡേർഡാണ്. സോ അപ്പോൾ നമുക്കിപ്പോൾ വോളിയം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് എത്ര ബാഗ് ഓഫ് സിമെൻറ്റ് എന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ബാഗ് ഓഫ് സിമെൻറ്റിന് എത്ര വോളിയം എന്നുള്ളത് നമുക്കറിയാം. 0.035 ക്യൂബിക് മീറ്ററാണ് ഒരു ബാഗ് ഓഫ് സിമെൻറ്റ്. സോ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയ വോളിയത്തെ ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് ബാഗ്സ് ഓഫ് സിമെൻറ്റ് കിട്ടണമെങ്കിൽ 0.054 ടോട്ടൽ വോളിയം ഓഫ് സിമെൻറ്റ് ബൈ 1 ബാഗ് ഓഫ് സിമെൻറ്റ് 0.035 വരുമ്പോൾ 1.56 നമ്പർ ഓഫ് ബാഗ് എന്ന് പറഞ്ഞാൽ കിട്ടി. അങ്ങനെ നമുക്കൊരു 1.5 ചാക്ക് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇത്ര ഏരിയ ചെയ്യാനുള്ള സിമെൻറ്റ് കിട്ടി. ഓക്കെ, 1.56 എന്ന് പറഞ്ഞാൽ 1.5 ചാക്ക് കൂട്ടിക്കും. ഇപ്പോൾ 1.5 ചാക്കേ ആയിട്ടുള്ളൂ. അത് നമുക്കിനി കിലോയിലേക്ക് ആക്കണം. കിലോയിലേക്ക് ആക്കണമെങ്കിൽ ഒരു വഴിയുണ്ട്, അതായത് ഇതാണ് ഈ മാസ് ബൈ വോളിയം. നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ D = മാസ് ബൈ വോളിയം, M/V = D. അപ്പോൾ ഡെൻസിറ്റി ഓഫ് സിമെൻറ്റ് എത്രയാണ്? 1440 കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ ആണ്. നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം, ഇല്ലെങ്കിൽ പറഞ്ഞോളൂ. 1440 കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ ആണ്. അപ്പോൾ ഡെൻസിറ്റി ഉണ്ട്. ഇപ്പോൾ മാസ് നമുക്കറിയില്ല, വോളിയം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മാസ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഇത് തന്നെ ഡെൻസിറ്റി ഇൻറ്റു വോളിയം, അതായത് വെയിറ്റ് ഓഫ് സിമെൻറ്റ് കിട്ടണമെങ്കിൽ ഡെൻസിറ്റി 1440 ഇൻറ്റു വോളിയം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് 0.054. അപ്പോൾ ഇത് രണ്ടാണ് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 78 കിലോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 78 കിലോ ആണ് നമുക്ക് കറക്റ്റായിട്ട് വേണ്ടത്. ഓക്കെ, സോ വോളിയം ഓഫ് സിമെൻറ്റ് കിട്ടി. അതുപോലെ ഈ സിമെൻറ്റിൻ്റെ എത്ര കിലോ വേണമെന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, 78 കിലോ. ഇനി നമുക്ക് കിട്ടാനുള്ളത് സാൻഡാണ്. അപ്പോൾ ആ സാൻഡ് അത് പറഞ്ഞ പോലെ റേഷ്യോ 1:4 ആണല്ലോ. 4 എന്നുള്ളത് സാൻഡാണല്ലോ. അപ്പോൾ 4/5 ഇൻറ്റു ഈ ടോട്ടൽ വോളിയം ഓഫ് പ്ലാസ്റ്റർ, അത് എത്രയാണ്? 0.274. സോ 4/5 ഇൻറ്റു 0.274, 0.21 ക്യൂബിക് മീറ്റർ. 0.21 ക്യൂബിക് മീറ്ററാണ് നമുക്ക് ആവശ്യത്തിനുള്ള സാൻഡ്, മണൽ. ഇതിനെ നമുക്ക്
കൺവേർട്ട് ചെയ്യണം ക്യൂബിക് ഫീറ്റ് വേണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ നമുക്കിപ്പോൾ സിമെൻറ്റിൻ്റെയും കിട്ടി, സാൻഡിൻ്റെയും കിട്ടി, രണ്ടിൻ്റെയും വോളിയം കിട്ടി, മറ്റേ സിമെൻറ്റിൻ്റെ നമുക്ക് മാസം കിട്ടി എത്ര വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ രീതിക്ക് നമുക്ക് കംപ്ലീറ്റ് ഈ വാൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ സിമെൻറ്റ് എത്ര, സാൻഡ് എത്ര എന്നുള്ള വോളിയം കണ്ടുപിടിക്കാം, വെയിറ്റും കണ്ടുപിടിക്കാം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ച ആശയങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു സബ്ജക്റ്റായിട്ട് വരുന്നതായിരിക്കാം. സോ അതുവരെ ഗുഡ് ബൈ. Please subscribe my channel, like and share. Thank you very much.